പൊയ്യയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ആശുപത്രി മാലിന്യം തള്ളിയ നിലയിൽ. മാള ഗവൺമെന്റ് ആശുപത്രിയിലെ മാലിന്യമാണ് തള്ളിയത്. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ ഭീതി പരത്തി മോഷണ സംഘം. തമിഴും ഹിന്ദിയും സംസാരിക്കുന്നവരാണ് സംഘത്തിലുള്ളതെന്ന് നാട്ടുകാർ. എടവിലങ്ങിലെ തഴപ്പായ കളക്ഷൻ സെന്ററിനെ നോക്കുകുത്തിയാക്കി പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത. ഉദ്ഘാടനം ചെയ്ത് 2 വർഷമായിട്ടും കളക്ഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. പഞ്ചായത്തിന്റെ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കടവല്ലൂർ പഞ്ചായത്തിലെ കോട്ടോൽ കുന്നുകളിലെ മണ്ണെടുപ്പിൽ ആശങ്ക പൂണ്ട പ്രദേശവാസികൾ. 100 കണക്കിന് വീടുകൾക്ക് മണ്ണെടുപ്പ് ഭീഷണിയാണെന്ന് നാട്ടുകാർ. കുണ്ടന്നൂർ ചുങ്കം തലശ്ശേരി പാതയിലെ റോഡ് നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അപകടങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. വാർത്തകൾ വിശദമായി. മാള ഗവൺമെന്റ് ആശുപത്രിയിലെ മാലിന്യം പൊയ്യ പഞ്ചായത്ത് പരിധിയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് തള്ളിയ നിലയിൽ. ഉപയോഗിച്ച സിറിഞ്ച് ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് തള്ളിയിട്ടുള്ളത്. ആശുപത്രിയിൽ നിന്ന് ഉപേക്ഷിച്ച മരുന്ന് കുറിപ്പടികളും മറ്റും പേപ്പറുകളും മാലിന്യത്തിലുണ്ട്. പ്ലാസ്റ്റിക് വസ്തുക്കളാണ് ഏറെയുള്ളത്. സംഭവമറിഞ്ഞ് പൊയ്യ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥലത്തെത്തി. ആശുപത്രിയിൽ നിന്നുള്ള മാലിന്യമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ സൂപ്രണ്ട് ഡോക്ടർ PS ആശ, നഴ്സിംഗ് സൂപ്രണ്ട് എന്നിവരെ സ്ഥലത്തേക്ക് വിളിച്ചുവരുത്തി. ഹരിതകർമ്മസേനയ്ക്ക് നൽകിയ പ്ലാസ്റ്റിക് മാലിന്യമാണ് ഉപേക്ഷിച്ചതെന്നാണ് ആശുപത്രി സൂപ്രണ്ട് പ്രതികരിച്ചത്. എന്നാൽ മാള പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ആശുപത്രിയിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം എടുത്ത ശേഷമുള്ള തീയതികളിലെ കുറിപ്പടികൾ അടക്കമുള്ള പേപ്പറുകളാണ് ഉണ്ടായിരുന്നത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് കുറ്റകരമായ അനാസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ പിഴ ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് ആരോഗ്യവകുപ്പ് അധികൃതരോട് നിർദ്ദേശിച്ചു. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ ജനങ്ങളുടെ ഉറക്കം കെടുത്തി മോഷ്ടാക്കളുടെ രാത്രി സഞ്ചാരം. അർദ്ധരാത്രിയോടെ 3-4 പേരടങ്ങുന്ന സംഘം വാഹനങ്ങളിലാണ് എത്തുന്നത്. വീടുകളിൽ കയറിച്ചെന്ന് കോളിംഗ് ബെൽ അടിച്ച് വീട്ടുകാരെ ഉണർത്തുകയും വഴിതെറ്റി വന്നവരാണ് വെള്ളം തരുമോ എന്ന് ചോദിച്ച് വീട്ടുകാരെ പുറത്തിറക്കാൻ തന്ത്രപൂർവ്വം പെരുമാറുകയും ചെയ്യും. ആളുകൾ ഓടിക്കൂടുകയോ ബഹളം വയ്ക്കുകയോ ചെയ്താൽ വാഹനങ്ങളിൽ കയറി രക്ഷപ്പെടുകയാണ് ഇവരുടെ പതിവ്. കഴിഞ്ഞ ദിവസം വെള്ളറക്കാട് മനപ്പടിയിലും എരുമപ്പെട്ടി കരിയന്നൂരിലും ഇത്തരത്തിലുള്ളവരെ കണ്ടെത്തിയിരുന്നു. തമിഴും ഹിന്ദിയും സംസാരിക്കുന്നവരാണ് മോഷ്ടാക്കളായി എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. മേഖലകളിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എടവിലങ്ങിന്റെ തഴപ്പായ പെരുമ നിലനിർത്താൻ MLA മുൻകൈയെടുത്ത് തുടങ്ങിയ തഴപ്പായ കളക്ഷൻ സെന്ററിനെ നോക്കുകുത്തിയാക്കി പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത. ഉദ്ഘാടനം ചെയ്ത് 2 വർഷമായിട്ടും കളക്ഷൻ സെന്റർ എടവിലങ്ങ് പഞ്ചായത്ത് അധികൃതർ മറന്ന മട്ടാണ്. കയ്പമംഗലം MLA E.T. ടൈസൺ മാസ്റ്ററുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10,90,000 രൂപ ചെലവഴിച്ചാണ് എടവിലങ്ങിൽ 2 വർഷം മുൻപ് തഴപ്പായ കളക്ഷൻ സെന്റർ ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും കളക്ഷൻ സെന്റർ ഇതുവരെയും തുറന്നു പ്രവർത്തിപ്പിക്കാനായിട്ടില്ല. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും വലിയ തഴപ്പായ ചന്ത സ്ഥിതി ചെയ്തിരുന്ന എടവിലങ്ങ് കേന്ദ്രീകരിച്ച് വലിയൊരു കുടിൽ വ്യവസായമാണ് തഴച്ചു വളർന്നിരുന്നത്. ജില്ലയുടെ തീരമേഖലയിലെ വീടുകളിൽ നെയ്തെടുത്തിരുന്ന തഴപ്പായ കടൽ കടന്നുപോലും പോയിരുന്നത് എടവിലങ്ങ് ചന്ത വഴിയാണ്. അഴിക്കോട് മുതൽ ചേറ്റുവ വരെയുള്ള കടലോര ഗ്രാമങ്ങളിലെ കുടുംബങ്ങളുടെ പ്രധാന വരുമാന മാർഗം കൂടിയായിരുന്നു ഇത്. കാലക്രമേണ തഴപ്പായ നെയ്ത്തും വിപണനവും ശോഷിച്ചുവെങ്കിലും എടവിലങ്ങിന്റെ മേൽവിലാസത്തിൽ തഴപ്പായ്ക്ക് ഇന്നും പ്രാധാന്യമേറെയാണ്. എന്നാൽ കളക്ഷൻ സെന്റർ യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ തഴപ്പായ നെയ്ത്ത് തൊഴിൽ മേഖലയ്ക്ക് പുതിയ ഉണർവ് ലഭിക്കുമെന്ന പ്രതീക്ഷയുടെ കടക്കിൽ കത്തിവെക്കുന്ന പഞ്ചായത്തിന്റെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുന്നുണ്ട്. നാടിന്റെ അടയാളമായി മാറേണ്ടുന്ന തഴപ്പായ കളക്ഷൻ സെന്റർ തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ TM ഷാഫി ആവശ്യപ്പെട്ടു. ഈ തഴപ്പായയുടെ ഈറ്റിലം എന്നറിയപ്പെടുന്ന എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിനെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉപജീവനമാർഗം നടത്തിയ പഴയ തലമുറയെ പുതിയ തലമുറയ്ക്ക് പ്രയോജനപ്പെടുത്താനും പരിചയപ്പെടുത്താനും കൂടിയുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഗ്രാമപഞ്ചായത്ത് നടത്തിയത്. ഇത് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ക്രൂരമായ നടപടിയാണ്. നമുക്കുള്ള തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു. പഴയ വിപണനങ്ങളും പഴയ തരത്തിലുള്ള കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് പ്രയോജനപ്പെടുത്താനുള്ള അതും നഷ്ടപ്പെടുത്തുന്നു. പിന്നെ പുതിയ മെത്തേഡിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരങ്ങളും നഷ്ടപ്പെടുന്നു. അങ്ങനെ ഏത് കോണിൽ നിന്ന് നോക്കിയാലും അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു പഞ്ചായത്ത് ആയി ഈ ഭരണസമിതി മാറി എന്നുള്ളതാണ് ഈ തഴപ്പായുടെ ഈ കേന്ദ്രം, ഈ ഷെൽട്ടർ കൊണ്ട് മാത്രം എനിക്ക് പറയാനുള്ളത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.
നാട്ടുകാരെ ആശങ്കയിലാക്കി കടവല്ലൂർ പഞ്ചായത്തിലെ കോട്ടൂലിലെ 2 കുന്നുകളിൽ ഒരേ സമയം മണ്ണെടുപ്പ് തുടങ്ങി. ദേശീയപാത വികസനത്തിനായാണ് മണ്ണെടുപ്പ്. പട്ടികജാതിയിൽപ്പെട്ട 12 കുടുംബങ്ങൾക്ക് സർക്കാർ നൽകിയ വീടുകൾ ഒരു കുന്നിന്റെ മുകളിലുണ്ട്. ഇതിന് സമീപമുണ്ടായിരുന്ന ഭാഗത്താണ് ഖനനം നടത്തുന്നത്. വടക്കേ കോട്ടൂലിലെ സാമൂതിരി കിഴക്കേ കോവിലകം വക അസുരമഹാകാളൻ ക്ഷേത്രത്തിന്റെ സമീപമുള്ള കുന്നിലാണ് രണ്ടാമത്തെ മണ്ണെടുപ്പ്. കുന്നിന്റെ താഴെയുള്ള 100 കണക്കിന് വീടുകൾക്കും ക്ഷേത്രത്തിനും മണ്ണെടുപ്പ് ഭീഷണിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കുന്നിന്റെ നാശം കടുത്ത വരൾച്ചയ്ക്കും കാരണമാകും എന്നാണ് നാട്ടുകാരുടെ ആശങ്ക. മുൻപ് മണ്ണെടുത്ത സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലും ഉണ്ടായിരുന്നു. 3 മാസം മുമ്പ് കുന്നിന്റെ ഉള്ളിൽ നിന്നുണ്ടായ ജലപ്രവാഹവും ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. ഇത്തരം ജലപ്രവാഹം മണ്ണിടിച്ചിലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്നാണ് വിദഗ്ധ അഭിപ്രായം. കുണ്ടന്നൂർ ചുങ്കം തലശ്ശേരി പാതയിലെ റോഡ് നിർമ്മാണത്തിലെ അപാകത പരിഹരിച്ചു തുടങ്ങി. വടക്കാഞ്ചേരി പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കുണ്ടന്നൂർ ചുങ്കം തലശ്ശേരി പാത നിർമ്മാണത്തിലിരിക്കെ ടാറിംഗ് ഒഴുകി തിട്ടകൾ രൂപപ്പെടുകയും റോഡ് താഴ്ന്ന് ഗർത്തം രൂപപ്പെടുകയും തുടർന്ന് വിള്ളൽ സംഭവിക്കുകയും ചെയ്തിരുന്നു. നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്ന മേഖലയായി മാറിക്കഴിഞ്ഞ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധം ഉയർത്തിയിരുന്നു. മിനുസമുള്ള ഭാഗം പൊളിച്ചെടുത്ത് പുതിയതായി റോഡിന്റെ നിർമ്മാണം നടത്തുകയാണ് പൊതുമരാമത്ത് വകുപ്പ്. സ്വകാര്യ റിസോർട്ടിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പൈങ്കുളം എക്കോ ഗാർഡൻ റിസോർട്ടിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ആലപ്പുഴ ചെങ്ങന്നൂർ സ്വദേശി പുത്തൻവീട്ടിൽ 52 വയസ്സുള്ള ബാലനാണ് മരിച്ചത്. റിസോർട്ടിലെ സെക്യൂരിറ്റിക്കാർ താമസിക്കുന്ന മുറിയിലാണ് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ട്. ഷൊർണൂർ കുളപ്പുള്ളിയിലായിരുന്നു ഇയാൾ താമസിച്ചിരുന്നത്. കുന്നംകുളം ചൂണ്ടൽ പുതുശ്ശേരിയിൽ മധ്യവയസ്കനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കുന്നംകുളം അടുപ്പുട്ടി സ്വദേശി കളത്തിപ്പറമ്പിൽ വീട്ടിൽ 55 വയസ്സുള്ള ദിനേശനാണ് മരിച്ചത്. 2 ദിവസമായി ഇദ്ദേഹത്തെ ക്വാർട്ടേഴ്സിന് പുറത്തേക്ക് കണ്ടിരുന്നില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി നിർമ്മിച്ച താൽക്കാലിക ഷെഡ് പൊളിച്ചു മാറ്റുന്നതിനിടെ ഭാരമേറിയ കമ്പി തലയിൽ വീണ വിദ്യാർത്ഥിക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇലക്ഷന് വേണ്ടി നിർമ്മിച്ച താൽക്കാലിക ഷെഡ് അഴിച്ചു മാറ്റുന്നതിനിടെയാണ് ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുടെ തലയ്ക്ക് പരിക്കേറ്റത്. ഭാരമേറിയ കമ്പി മുകളിൽ നിന്ന് അബദ്ധത്തിൽ ജോലിക്കാരുടെ കയ്യിൽ നിന്ന് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ +1 വിദ്യാർത്ഥിയായ ആറ്റൂർ പടലക്കാട്ടിൽ ഷംസുദ്ദീൻ മകൻ 16 വയസ്സുള്ള തൻവീറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്കും ഷോൾഡറിനുമാണ് മുറിവേറ്റത്. വെള്ളിയാഴ്ച ഉച്ചയോടെ പള്ളിയിലേക്ക് നമസ്കാരത്തിന് പോകാൻ വേണ്ടി ക്ലാസിന് പുറത്തിറങ്ങിയ സമയത്താണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് വീണ്ടും ചാളച്ചാകര. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിലാണ് ചാകരയുണ്ടായത്. ചാള കരയിലേക്ക് അടിച്ചു കയറുകയായിരുന്നു. സംഭവമറിഞ്ഞ് നിരവധി പേർ മീൻ ശേഖരിക്കാനെത്തി. മേഖലയിലെ വിവിധയിടങ്ങളിൽ ദിവസങ്ങളുടെ ഇടവേളകളിൽ ചാളച്ചാകര ദൃശ്യമാകുന്നുണ്ട്. അവിടെ നോക്ക്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റിൽ നിന്നും വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി. ക്രിസ്തുമസ് ആഘോഷ നാളുകളിൽ വിൽപ്പന നടത്തുന്നതിനായി ചാരായം വാറ്റുന്നതിനായി സൂക്ഷിച്ച 100 ലിറ്റർ വാഷാണ് പുല്ലൂറ്റ് മണ്ണാറത്താഴം പുഴയോരത്ത് ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് എക്സൈസ് പിടികൂടിയത്. കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ പ്രദീപിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ AV മോയിഷ്, PR സുനിൽകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KM സിജാദ്, കൃഷ്ണ വിനായക്, ഡ്രൈവർ K വിൽസൺ എന്നിവരും പങ്കെടുത്തു. കരുവന്നൂർ കേസിൽ ജയിലിൽ കഴിയുന്ന വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR അരവിന്ദാക്ഷനെ അയോഗ്യനാക്കാതെ CPM ഭരണസമിതിയും നഗരസഭാ സെക്രട്ടറിയും സംരക്ഷിക്കുകയാണെന്ന് നഗരസഭാ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഉപനേതാവ് SAA ആസാദ് ആരോപിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്കിലെ ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകളുടെ പേരിൽ ED അറസ്റ്റ് ചെയ്ത അരവിന്ദാക്ഷൻ 1 വർഷമായി ജയിലിൽ കഴിയുകയാണ്.
12 മാസമായി 26-ാം ഡിവിഷനിൽ കൌൺസിലർ ഇല്ലാതെ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുന്നതിൽ നഗരസഭാ സെക്രട്ടറി ബോധപൂർവമായി വീഴ്ച വരുത്തിയിരിക്കുകയാണ്. ഇതിനെതിരെ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് ജൂണിൽ ആസാദ് നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കാൻ പ്രിൻസിപ്പൽ ഡയറക്ടർ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നഗരസഭാ സെക്രട്ടറി റിപ്പോർട്ട് അയക്കേണ്ടി വരുമെന്നും ആസാദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കടവല്ലൂരിൽ സംസ്ഥാന പാതയോരത്ത് ശുചിമുറി മാലിന്യത്തിന് പുറമെ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് മദ്യക്കുപ്പികളും വൻതോതിൽ തള്ളിയ നിലയിൽ. ജില്ലാ അതിർത്തിയായ കടവല്ലൂർ പാതയോരത്താണ് ചാക്കുകളിൽ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ നിക്ഷേപിച്ചിട്ടുള്ളത്. മാഹിയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന മദ്യത്തിന്റെ കുപ്പികളാണ് ഇവയെന്ന് കണ്ടെത്തി ഇവ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു. ചുരുങ്ങിയ വിലയിൽ മാഹിയിൽ നിന്നും മദ്യമെത്തിച്ച് അനധികൃത മദ്യവിൽപ്പന നടത്തുന്നവരാകാം കുപ്പികൾ ഉപേക്ഷിച്ചിരിക്കുന്നത് എന്നാണ് നിഗമനം. ഇവരെ കണ്ടെത്തി നിയമ നടപടികൾക്ക് വിധേയരാക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രോത്ത് ഗിൽഡ് 2025 ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. കുന്നംകുളം വ്യാപാര ഭവനിൽ ഓർഗനൈസേഷൻ ഗോൾ സെറ്റിംഗ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വിജയകൃഷ്ണൻ നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി പി ആന്റണി, സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PM നാസർ, CA ബൈജു, CG ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. മിസോൺ ഫൌണ്ടർ K സുഭാഷ് ബാബു, PP ഷബീർ അലി, K സുഭാഷ് ബാബു എന്നിവർ ക്ലാസുകൾ നയിച്ചു. സിഒഎ കുന്നംകുളം, ഗുരുവായൂർ, വടക്കാഞ്ചേരി, ചേലക്കര മേഖലാ കമ്മിറ്റികൾ ക്യാമ്പിന് നേതൃത്വം നൽകി. കേബിൾ ഓപ്പറേറ്റർ എന്നുള്ള പദം തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ മാറിയിട്ടുണ്ടെന്നാണ്. ഇപ്പോഴത്തെ കേബിൾ ഓപ്പറേറ്റർ ഒരു മൾട്ടി സർവീസ് പ്രൊവൈഡറാണ്. ഒരു മൾട്ടി സർവീസ് പ്രൊവൈഡർമാർ ഒരു MSP എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കേണ്ട അവസ്ഥയിലാണ് നമ്മളുള്ളത്. ആ രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഇത് ഒരു സുപ്രഭാതത്തിൽ മാറിയല്ല, ചേഞ്ച് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ പിന്നെ ടെക്നിക്കലൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അതൊരു കേബിൾ TV മൊത്തം സമൂഹത്തിന് ഉൾക്കൊള്ളാവുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ പരിമപ്പെടുത്തിയെടുത്തതാണ്. ഒരു സ്ഥലത്തേക്ക് ഒരു അഡീഷണൽ കേബിൾ ഞാൻ പറയുന്നത് കൊടുക്കല്ലോ കൊടുക്കും. ജിയോയുടെ പയ്യനെ പഠിപ്പിച്ചതുമാണ് ABI കേബിളുള്ള ദിലീപ് സാറിൻ്റെ അടുത്ത് ഒരു കസ്റ്റമർ. നവംബർ മാസത്തെ റേഷൻ വിതരണം ഡിസംബർ 3 വരേക്ക് നീട്ടി. ഡിസംബർ 4-ന് റേഷൻ കടകൾ അവധിയായിരിക്കും. ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഡിസംബർ 5-ന് ആരംഭിക്കും. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ വക വിളക്ക് ആഘോഷിച്ചു. രാവിലെ മേളത്തോടെ ശീവേലി എഴുന്നള്ളിച്ചു. രാത്രി വിശേഷാൽ ഇടയ്ക്കവാദ്യം, നാഗസ്വരം എന്നിവയോടെ വിളക്കെഴുന്നള്ളിപ്പും നമസ്കാര സന്ധ്യയും ഉണ്ടായിരുന്നു. ഞായറാഴ്ച ET സോമസുന്ദരൻ വക വിളക്കാഘോഷമാണ്. മുല്ലശ്ശേരി പഞ്ചായത്ത് ഗ്രൌണ്ടിൽ നിർമ്മിച്ച ഓപ്പൺ ഗാലറി പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. 2 വർഷങ്ങളിലായി 18,40,000 രൂപ ചെലവഴിച്ചാണ് ഗാലറി നിർമ്മാണം പൂർത്തിയാക്കിയത്. ഗ്രൌണ്ടിൽ ഉണ്ടായിരുന്ന ഉപയോഗശൂന്യമായ സ്റ്റേജും ഗ്രീൻ റൂമും പൊളിച്ചുകളഞ്ഞ് ഒരു ഭാഗത്ത് മത്സരങ്ങളിരുന്ന് കാണാൻ സാധിക്കുന്ന ഓപ്പൺ ഗാലറി ഉണ്ടാക്കുകയാണ് ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ ഓപ്പൺ ഗാലറി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KP ആലി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോഹൻദാസ്, ബ്ലോക്ക് അംഗം നിഷ സുരേഷ്, വാർഡംഗം ഷീബ വേലായുധൻ, റഹീസ നാസർ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ചക്കംകണ്ടം കായൽ കടവിൽ സർഗപ്രതിഭകളുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചു. കഥാകൃത്ത് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗവും സംഘാടക സമിതി ചെയർമാനുമായ അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി അധ്യക്ഷത വഹിച്ചു. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MA റജീന, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ എന്നിവർ ജനകീയ ചിത്രരചനയ്ക്ക് തുടക്കം കുറിച്ചു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലെ പൊതുമരാമത്ത് റോഡിൽ സീബ്ര ലൈൻ ഇല്ലാത്തതുമൂലം അപകട സാധ്യതയേറുന്നു. മാസങ്ങളായി മാഞ്ഞുപോയ സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കുന്നതിന് അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതുമൂലം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് വിദ്യാർത്ഥികളും വഴിയാത്രക്കാരുമാണ്. 100 കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന് മുന്നിലാണ് ഈ ദുരവസ്ഥ. വീതി കുറഞ്ഞ റോഡിൽ പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്കിടയിലൂടെയാണ് കുട്ടികൾ റോഡ് മുറിച്ചു കടക്കുന്നത്. അപകട സാധ്യത ഏറെയുള്ള ഈ ഭാഗത്ത് കുട്ടികൾ കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്. വിദ്യാർത്ഥികൾക്ക് റോഡ് മുറിച്ചു കടക്കാൻ സഹായത്തിനായി പോലീസിന്റെ സേവനവും ഇവിടെ ഒരുക്കിയിട്ടില്ല. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് സുഗമമായി റോഡ് മുറിച്ചു കടക്കാൻ സീബ്ര ലൈൻ വീണ്ടും വരയ്ക്കണമെന്നാവശ്യപ്പെട്ട്
പൊതുപ്രവർത്തകനായ KG രവീന്ദ്രനാഥ് പൊതുമരാമത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിരത്തിൽ പരം വരുന്ന കുട്ടികൾ സ്കൂളിലേക്ക് പ്രവേശിക്കുന്നതിനും അതുപോലെ തന്നെ അവർ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോഴൊക്കെ റോഡ് മുറിഞ്ഞ് കിടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. നിരവധി വലിയ ടോറസ് പോലെയുള്ള വമ്പൻ ലോറികളൊക്കെ ഇതിൽ ഒരു നിയന്ത്രണമില്ലാതെ വേഗത നിയന്ത്രിച്ച് പോകുന്നില്ല. TCV പുതുക്കാട്. എറവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് വഴിപാട് കൌണ്ടർ തകർത്ത് മോഷണം നടത്തിയ അന്തർജില്ലാ മോഷ്ടാവിനെ 48 മണിക്കൂറിനുള്ളിൽ പിടികൂടിയ പോലീസ് സംഘത്തിന് ഭക്തജനങ്ങളുടെ ആദരവ്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷ്, അന്തിക്കാട് പ്രിൻസിപ്പൽ SI K അജിത്, SI VS ജയൻ, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ CPO ES ജീവൻ, CPO KS ഉമേഷ് എന്നിവരെ ക്ഷേത്രം മേൽശാന്തി നാരായണ ശർമ്മ പ്രസാദം നൽകി സ്വീകരിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് മോഹനൻ പൂവശ്ശേരി, സെക്രട്ടറി മധുസൂദനൻ, ട്രഷറർ ഗോവിന്ദൻകുട്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ ആദരിച്ചു. പ്രതി കരുനാഗപ്പള്ളി സ്വദേശി നജ്മുദ്ദീനെ പഴയന്നൂരിലെ ഒളിസങ്കേതത്തിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ചന്ദ്രാപിന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. എടത്തിരുത്തി പഞ്ചായത്തിൽ വികസന മുരടിപ്പ് ആരോപിച്ചായിരുന്നു സമരം. ചന്ദ്രാപിന്നി സെന്ററിൽ നടത്തിയ രാപ്പകൽ സമരം KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PD സജീവ് അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ സജയ് വയനപ്പിള്ളി, BC ബാബുരാജ്, CS രവീന്ദ്രൻ, ശോഭ സുബിൻ തുടങ്ങിയവർ സംസാരിച്ചു. മലയാള ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് നടത്തിയ കവിതാലാപന മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കളക്ട്രേറ്റിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സമ്മാനദാനം നിർവഹിച്ചു. ജൂനിയർ വിഭാഗത്തിൽ ആര്യൻ പ്രദീപ്, ശിവാനി R മേനോൻ, ജഗൻ ശ്യാംലാൽ എന്നിവർ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ N സതീഷ് കുമാർ, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ റെൻസി എന്നിവർ സന്നിഹിതരായിരുന്നു. കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പിൽ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമായി. ഗ്രൂപ്പ് പ്രവർത്തകർ ക്യാമ്പ് ബഹിഷ്കരിച്ചിറങ്ങിപ്പോയി. ചാവക്കാട് റൂറൽ ബാങ്ക് ഹാളിൽ നടന്ന ക്യാമ്പിലാണ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് സംഘർഷാവസ്ഥയുടെ വക്കിലെത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AC സറൂഖിനെ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാതിരുന്നതാണ് പ്രകോപനത്തിന് കാരണം. സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കും മുമ്പ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നൌഷാദ് കുട്ടിലിങ്ങൽ ഇതേക്കുറിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടു. ഇതോടെ പ്രവർത്തകർ ഒന്നടങ്കം വാക്കുതർക്കവും പിന്നീട് കയ്യാങ്കളിയുടെ വക്കിലെത്തുകയുമായിരുന്നു. DCC സെക്രട്ടറി KD വീരമണി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് C മുസ്താഖലി, ബ്ലോക്ക് സെക്രട്ടറി KV ലാജുദ്ദീൻ, ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് KV യൂസഫ് അലി, UDF നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ് എന്നിവരുടെ നേതൃത്വത്തിൽ 25ഓളം പ്രവർത്തകരാണ് ഇറങ്ങിപ്പോയത്. ബ്ലോക്ക് പ്രസിഡന്റിന്റേത് ഏകാധിപത്യപരമായ തീരുമാനമാണെന്ന് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നൌഷാദ് കുട്ടിലിങ്ങൽ പറഞ്ഞു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിനെ സ്റ്റേഷനിൽ വെച്ച് ആക്ഷേപിച്ച മാള പോലീസ് SHOക്കെതിരെ നടപടിയെടുക്കണമെന്ന് പൊയ്യ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. എതിർകക്ഷിയുടെ സാന്നിധ്യത്തിൽ വനിതാ പ്രസിഡന്റിനോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബൈജു കണ്ടപ്പശ്ശേരി ജില്ലാ റൂറൽ പോലീസ് മേധാവിക്ക് പരാതി നൽകി. പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ആക്ഷേപിച്ചയാൾ പിന്നീട് വീടിനടുത്ത് നടന്നുപോകുന്നതിനിടയിൽ സ്കൂട്ടർ ഇടിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതായാണ് പ്രസിഡന്റ് പരാതി നൽകിയിരുന്നത്. ഈ പരാതിയിൽ 15 ദിവസത്തിന് ശേഷം വിളിച്ചുവരുത്തി സ്റ്റേഷനിൽ എതിർകക്ഷിയുടെ മുന്നിൽ വെച്ച് ആക്ഷേപിച്ചുവെന്നാണ് ആരോപണം. മരണപ്പെട്ട വയോധികയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ ചെറുമകൻ അറസ്റ്റിൽ. പുത്തൻപീടിക സ്വദേശി യദുകൃഷ്ണനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുത്തൻപീടിക ചുമ്മാ റോഡ് സ്വദേശി ഓമനയെ ഏതാനും ദിവസം മുമ്പ് തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇവരെ കാണാതായ സമയത്താണ് വീട്ടിൽ നിന്ന് ആഭരണങ്ങൾ കവർന്നതെന്ന് സംശയിക്കുന്നു. ഓമനയുടെ മകന്റെ മകനാണ് യദുകൃഷ്ണ. ഇഞ്ചക്കുണ്ട് ലൂർദ്പുരം GUP സ്കൂളിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരം കുട്ടികൾക്കായി തുറന്നു നൽകി. SSK സ്റ്റാർസ് പദ്ധതി പ്രകാരം 10 ലക്ഷം രൂപ ചെലവിലാണ് വർണ്ണക്കൂടാരം ഒരുക്കിയത്. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VB അശ്വതി അധ്യക്ഷത വഹിച്ചു. SSK ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ NJ ബിനോയ്, പ്രധാനാധ്യാപിക റിൻസി ജോൺ, VB സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു.
നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം ജയിലിലടച്ചു. ചിറനല്ലൂർ സ്വദേശി ഷമീറിനെയാണ് കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന് 6 മാസത്തേക്ക് ജയിലിൽ അടച്ചത്. വധശ്രമം ഉൾപ്പെടെ 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാൾ. നിലവിൽ മറ്റൊരു കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 മുറിയിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P. തങ്കം ഉദ്ഘാടനം ചെയ്തു. സുനിത ബാലൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി TA. ഉണ്ണികൃഷ്ണൻ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ CV രവി, PK രാജൻ, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ ഹയർ സെക്കൻഡറി രസതന്ത്ര അധ്യാപകരുടെ കൂട്ടായ്മയായ അസോസിയേഷൻ ഓഫ് കെമിസ്ട്രി ടീച്ചേഴ്സ് തൃശൂരിന്റെ നേതൃത്വത്തിൽ അർഹരായ 20 +2 വിദ്യാർത്ഥികൾക്ക് 2 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ആക്ട് പ്രസിഡന്റ് ജിയോ P. റൊസാൻഡോ അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ TM ലത, ഡോക്ടർ TR ഗോവിന്ദൻകുട്ടി, PG ദയ, അബി പോൾ, പ്രീതി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂരിലെ മുതിർന്ന പൌരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശത്തിന്റെ ആഭിമുഖ്യത്തിൽ RV ഹൈദർ അലിയെ അനുസ്മരിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. പകൽ വീട്ടിൽ നടന്ന അനുസ്മരണ സദസ്സിൽ സ്നേഹസ്പർശം പ്രസിഡന്റ് RV അലി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PP വർഗീസ്, RV മജീദ്, അനിൽ കല്ലാറ്റ്, ജോർജ് പോൾ നീലങ്കാവിൽ, MK നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. SSF കടങ്ങോട് സെക്ടർ സ്റ്റുഡൻസ് കൌൺസിൽ സംഘടിപ്പിച്ച ക്യാമ്പ് നെല്ലിക്കുന്ന് നുസ്രത്ത് ക്യാമ്പസിൽ നടന്നു. ഡിവിഷൻ പ്രസിഡന്റ് അൻസാർ ഫൈസാനി നേതൃത്വം നൽകി. ജില്ലാ സെക്രട്ടറി സുലാഹുദ്ദീൻ അസനി, മിഗ്ദാദ് മുസ്ലിയാർ, ഹാഷിം പള്ളിമേപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓൾ കേരള ഇന്റർ സ്കൂൾ കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ K അക്കാദമി, GVHSS നന്ദിക്കര എന്നിവർ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ചേർപ്പ് കബഡി അക്കാദമി, എടപ്പാൾ കബഡി അക്കാദമി എന്നിവർ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. തൃശൂർ റൂറൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് VA ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, PTA പ്രസിഡന്റ് MK അശോകൻ, KK ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി അരുമ്പൂർ പഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി റിനി പോൾ, അസിസ്റ്റന്റ് സെക്രട്ടറി ദീപ്തി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, വാർഡംഗങ്ങളായ PA ജോസ്, വൃന്ദ, സുനിത, ജില്ലി വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു. വരവൂർ പഞ്ചായത്ത് കേരളോത്സവം വരവൂർ GHSS സ്കൂൾ ഗ്രൌണ്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK യശോദ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, പഞ്ചായത്ത് അംഗങ്ങളായ VK സേതുമാധവൻ, PS പ്രദീപ, VT സജീഷ്, അനിത എന്നിവർ സംസാരിച്ചു. സ്വാഗതം പറഞ്ഞ കാലഘട്ടം കഴിഞ്ഞാൽ ക്ലബിന്റെ ഭാരവാഹികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വഹിക്കുന്നത് ബഹുമാനിയായ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് KK ബാബുവാണ്. 2024 വരൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കം കുറിക്കുന്നതിന് മത്സരാർത്ഥികള് എല്ലാവരെയും ഒത്തുവാക്കി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചേലക്കര ടൌണിൽ കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രികരായ സഹോദരങ്ങൾക്ക് പരിക്കേറ്റു. കുത്താമ്പുള്ളി സ്വദേശികളായ ശരത്ത്, സഹോദരൻ ശബരി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. TCV ഡയറക്ടർ ജേക്കബ് ജെറോമിന്റെ ഉടമസ്ഥതയിലുള്ള ഡിവൈൻ പ്രസിന് സമീപമായിരുന്നു സംഭവം. റോഡിൽ തിരക്കുള്ള സമയത്ത് കൂട്ടം തെറ്റിയെത്തിയ കാട്ടുപന്നികൾ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബൈക്കിലിടിക്കുകയായിരുന്നു. മറ്റൊരു കാട്ടുപന്നി ബസ്സിലിടിച്ച് റോഡിൽ വീഴുകയും ചെയ്തു. അപകടശേഷം നാട്ടുകാരുടെ ഇടയിലൂടെ പാഞ്ഞ കാട്ടുപന്നികൾ പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തി. സെൻട്രലാണ് ഇപ്പോൾ കാട്ടുപന്നിയുടെ അതിവേഗം നടക്കുന്നത്. ബൈക്കുകൾക്കും കാറുകൾക്കും വളരെ അത്യന്താപരമായിട്ട് നടക്കാനും യാത്ര ചെയ്യാനും പറ്റാത്ത അവസ്ഥയിലാണ്. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അവർ രണ്ടുപേരും ഇപ്പോൾ ജീവോദയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. 2 പന്നികളാണ് കുറുകെ ചാടിയിട്ട് ഇപ്പോൾ ചേലക്കര സെൻട്രലിലെ ഡിവൈൻ പ്രസിന് നേരെ മുമ്പിൽ തന്നെ അപകടം ഉണ്ടായിരിക്കുന്നത്.
24 കേരള ബറ്റാലിയൻ NCCയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ പുഴകളിൽ നിന്നും ശേഖരിക്കുന്ന ജലം വഹിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണ സൈക്കിൾ റാലി ആരംഭിച്ചു. കുട്ടനെല്ലൂർ NCC നഗറിൽ നിന്ന് ആരംഭിച്ച റാലി കമാൻഡിംഗ് ഓഫീസർ കേണൽ തോമസ് M. തോമസ് ഉദ്ഘാടനം ചെയ്തു. ലഫ്റ്റനന്റ് കേണൽ MT ബ്രിജേഷ് അധ്യക്ഷത വഹിച്ചു. മേജർ PJ സ്റ്റൈജു, കായിക അധ്യാപകൻ ജോബി മാസ്റ്റർ, ലഫ്റ്റനന്റ്മാരായ KR അനൂപ്, KJ ജെൽസൺ, TR ജിനു, PK സുമംഗല, സുബൈദാർ മേജർ ബിജോയ് റായ് തുടങ്ങിയവർ പങ്കെടുത്തു. 100ഓളം കേഡറ്റുകൾ റാലിയിൽ അണിനിരന്നു. ചാവക്കാട് തിരുവത്ര AC ഹനീഫ വധക്കേസുമായി ബന്ധപ്പെട്ട് ആരോപണം നേരിടുന്നതിനാലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി A. സറൂഖിനെ കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ക്യാമ്പിൽ പങ്കെടുപ്പിക്കാതിരുന്നതെന്ന് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അറിയിച്ചു. സറൂഖിനെതിരെ കൊല്ലപ്പെട്ട AC ഹനീഫയുടെ ഭാര്യ KPCC നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. പരാതി നേതൃത്വം ഇടപെട്ട് പരിഹരിക്കുന്നതുവരെ സറൂഖിനെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ കഴിയില്ലെന്ന് ക്യാമ്പ് ബഹിഷ്കരിച്ച വിഭാഗത്തിനോട് അറിയിച്ചതാണ്. ഇതിന് വഴങ്ങാതെ മനഃപൂർവ്വം പ്രസ്ഥാനത്തെ കരിവാരിത്തേച്ച് ക്യാമ്പിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഈ വിഭാഗം ചെയ്തതെന്നും ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ബ്ലോക്ക് ക്യാമ്പ് എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിട്ടുണ്ടെന്നും ബ്ലോക്ക് പ്രസിഡന്റ് അറിയിച്ചു. ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയുടെ 220ാമത് പെരുന്നാൾ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ പ്രധാന കാർമ്മികത്വത്തിലാണ് വിശുദ്ധ കുർബാന നടക്കുക. കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത സഹകാർമ്മികത്വം വഹിക്കും. തിങ്കളാഴ്ച 7:30 ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം, ചൊവ്വാഴ്ച 10 കുരിശുപള്ളിയിലേക്ക് വിളംബര ഘോഷയാത്ര, 7 പ്രദക്ഷിണം, 9:30 വാദ്യമേളങ്ങളുടെ സ്റ്റേജ് ഷോ, ബുധനാഴ്ച 10 അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം, വൈകിട്ട് 3 വാദ്യമേളങ്ങളോടും ഗജവീരന്മാരുടെയും അകമ്പടിയോടെയുള്ള ഘോഷയാത്ര എന്നിവ ഉണ്ടായിരിക്കുമെന്ന് വികാരി ഫാദർ ജോസഫ് മാത്യു, കൈസ്ഥാനി മനു C. ജെയിംസ്, ജനറൽ കൺവീനർ BP ജോണി, പെരുന്നാൾ സെക്രട്ടറി KC ജോയ്, ജോയിന്റ് സെക്രട്ടറി PV വിപിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ, വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3193 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പൊയ്യയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ആശുപത്രി മാലിന്യം തള്ളിയ നിലയിൽ. മാള ഗവൺമെന്റ് ആശുപത്രിയിലെ മാലിന്യമാണ് തള്ളിയത്. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. എരുമപ്പെട്ടി, കടങ്ങോട് പഞ്ചായത്തുകളിൽ ഭീതി പരത്തി മോഷണ സംഘം. തമിഴും ഹിന്ദിയും സംസാരിക്കുന്നവരാണ് സംഘത്തിലുള്ളതെന്ന് നാട്ടുകാർ. എടവിലങ്ങിലെ തഴപ്പായ കളക്ഷൻ സെന്ററിനെ നോക്കുകുത്തിയാക്കി പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത. ഉദ്ഘാടനം ചെയ്ത് 2 വർഷമായിട്ടും കളക്ഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. പഞ്ചായത്തിന്റെ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കടവല്ലൂർ പഞ്ചായത്തിലെ കോട്ടൂൽ കുന്നുകളിലെ മണ്ണെടുപ്പിൽ ആശങ്ക പൂണ്ട് പ്രദേശവാസികൾ. 100 കണക്കിന് വീടുകൾക്ക് മണ്ണെടുപ്പ് ഭീഷണിയാണെന്ന് നാട്ടുകാർ. കുണ്ടന്നൂർ ചുങ്കം തലശ്ശേരി പാതയിലെ റോഡ് നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അപകടങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.